ാനും സാധിക്കില്ല. ഞാൻ നിന്നെ ബ്ലോക്ക് ചെയ്യുന്നു. അതൊന്ന്. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് എന്നും രാവിലെ കേൾക്കാൻ ഒരു അതിമനോഹരമായ പാട്ട്. ഇത് നാട്ടുകാർ കേട്ടാൽ നിന്നെ ചൂട് വെച്ചടിക്കും. അത് ഓർത്തു വെച്ചോ. വൃത്തികെട്ട സ്ത്രീയെ, നിന്നെ എല്ലാ ബന്ധുക്കൾക്കും ഓരോ കോപ്പി വീതം അയച്ചിട്ടുണ്ട്. എല്ലാവരും കേൾക്കട്ടെ നിന്റെ പാട്ട്. ഇതൊക്കെയാണ് എനിക്കിപ്പോ ലാസ്റ്റ് അയച്ചത്. പിന്നെ ഇത് ഇത്രയേ ഉള്ളൂ. മറ്റൊരു എന്തെല്ലാം എടി വസന്തേ, എടി അതെ ഇത് പിന്നെ എന്നിട്ട് അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ മെസ്സേജ് ഡിലീറ്റ് ചെയ്ത് കളയും. എക്സ്പെൻസസും കാര്യങ്ങളും കാണും. സോ അതൊക്കെ നമ്മൾ മീറ്റ് ചെയ്ത് വെച്ചോട് നമ്മൾ അങ്ങനെ കാര്യങ്ങൾ നോക്കുന്നു. അപ്പൊ നിങ്ങളെല്ലാരും ഇങ്ങനെ എതിരെ ഇങ്ങനെ പറഞ്ഞു ഞാൻ ഒട്ടും പ്രതീക്ഷിക്കും. അഹാന കൃഷ്ണ, തൻവി, സിന്ധു കൃഷ്ണ ഈ ഇഷ്യൂ എല്ലാരും അറിഞ്ഞു കാണും. എല്ലാരും അഹാന കൃഷ്ണയുടെ വീഡിയോ വന്നപ്പം അഹാന കൃഷ്ണയ്ക്ക് സപ്പോർട്ടായിട്ട് പറഞ്ഞ ആൾക്കാരുണ്ട്, തിരിച്ച് തൻവിക്ക് സപ്പോർട്ടായിട്ട് പറഞ്ഞ ആൾക്കാരുണ്ട്. പക്ഷെ ഇന്ന് തൻവി ഇട്ട വീഡിയോയില് വ്യക്തമായിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. സത്യത്തിൽ എന്നെ നോക്കാൻ ആരുമില്ല. ആരുമില്ലാത്തത് തന്നെയാണ് ഞാൻ വിളിച്ചത്. ഞാൻ വിളിച്ചിട്ട് തന്നെയാണ് ഞാൻ വിളിച്ചത്. അതിന്റെ അപ്പൂർ മരുന്നതിന് മുമ്പ് അതിന്റെ അപ്പനെ പറഞ്ഞു, മക്കളെ നീ വാ, ഞങ്ങൾ രണ്ടുപേരും നോക്കണം. പക്ഷെ അപ്പന്റെ കാര്യങ്ങളാണ് നോക്കുന്നുണ്ടായിരുന്നു. എന്റെ ഭർത്താവിന്റെ കാര്യങ്ങളും സിന്ധു നോക്കുമായിരുന്നു. പക്ഷെ എന്റെ ഉള്ളിൽ കാര്യം നോക്കാറില്ല. അങ്ങനെ കുറെ വർഷങ്ങൾ നോക്കിക്കോളെ. അതെല്ലാം വർഷങ്ങൾക്ക് മുമ്പ് നോക്കിയിട്ടുണ്ട്. വർഷങ്ങളൊക്കെ വെച്ചാൽ ഒരു പിന്നെ മൂന്ന് കൊല്ലത്തിന് മുമ്പ് വരാൻ എന്നെ ശരിക്കും നോക്കിയിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം എന്നെ നോക്കാറില്ല. അത് കാരണം എന്താണെന്ന് എനിക്കറിയില്ല. എന്റെ ഒരു സ്വഭാവത്തിന് എന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ തിരിച്ചു പറയാതെ എന്റെ ഒരു സ്വഭാവം ഞാൻ പറയും. അത് ഞാൻ അറിയാതെ പറഞ്ഞുകൊണ്ടാണ്. അമ്മയെ പറയാതെ അമ്മ വെച്ചുകൊണ്ടൊന്നും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതങ്ങനെ പറയാനുള്ള റീസൺ എന്താണ്? അമ്മ എന്നാ എടി അവളെ എവിടെയെന്ന് പറഞ്ഞാൽ അതൊന്നും എനിക്ക് പറയാൻ വയ്യ. അമ്മ എന്നാ എനിക്ക് പിന്നെ എനിക്ക് ഓർഡിനേഷനെ കൺസിഡർ പറഞ്ഞോളൂ. അവരാരും എന്നെ ഒന്നും പറഞ്ഞിട്ടില്ല. ഈ അമ്മ മാത്രമേ എന്നെ എല്ലാം പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ ഈ അഹാനനെ കുറിച്ച് മാത്രമേ ഈ മുത്തശ്ശി ഈ രീതിയിൽ സംസാരിക്കുന്നുള്ളൂ. ബാക്കിയുള്ള 3 പേരെ കുറിച്ചിട്ട് ഈ മുത്തശ്ശി ഒന്നും പറയുന്നില്ല. അഹാന എന്നെ ചീത്ത പറഞ്ഞു, അഹാന ഇങ്ങനെ ചെയ്തു, അഹാന അങ്ങനെ ചെയ്തു. കാരണം അഹാന ഇവർക്ക് റെസ്പെക്ട് കൊടുക്കുന്നില്ല. കഴിഞ്ഞ വീഡിയോയില് അഹാന ഇവരെ കുറിച്ചിട്ട് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ക്യാമറയുടെ പിന്നിലിരുന്നിട്ട് സിന്ധു കൃഷ്ണ പറ എന്ന് പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ പറയിക്കുന്നുണ്ട്. അമ്മ പറഞ്ഞതാണ്, ഇനി എനിക്ക് ഒരു അമ്മൂമ്മ, അത് അപ്പച്ചി വസന്ത ഇനി എന്റെ ജീവിതത്തിലില്ല. ഇനി നിനക്ക് എനിക്ക് മെസ്സേജ് അയക്കാൻ സാധിക്കില്ല. ഞാൻ നിന്നെ ബ്ലോക്ക് ചെയ്യുന്നു. അതൊന്ന്. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് എന്നും രാവിലെ കേൾക്കാൻ ഒരു അതിമനോഹരമായ പാട്ട്. ഇത് നാട്ടുകാർ കേട്ടാൽ നിന്നെ ചൂട് വെച്ചടിക്കും. അത് ഓർത്തു വെച്ചോ. വൃത്തികെട്ട സ്ത്രീയെ, നിന്നെ എല്ലാ ബന്ധുക്കൾക്കും ഓരോ കോപ്പി വീതം അയച്ചിട്ടുണ്ട്. എല്ലാവരും കേൾക്കട്ടെ നിന്റെ പാട്ട്. ഇതൊക്കെയാണ് എനിക്കിപ്പോ ലാസ്റ്റ് അയച്ചത്. പിന്നെ ഇത് ഇത്രയേ ഉള്ളൂ. മറ്റൊരു എന്തെല്ലാം എടി വസന്തേ, എടി അതെ ഇത് പിന്നെ എന്നിട്ട് അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ മെസ്സേജ് ഡിലീറ്റ് ചെയ്ത് കളയും. അങ്ങനെ മെസ്സേജ് അയച്ചതിന് ശേഷം ഡിലീറ്റ് ചെയ്യും. കാരണം അവർക്ക് അങ്ങനെ അയക്കുന്ന പോലെ കാര്യങ്ങൾ അവർക്ക് ഡിലീറ്റ് ചെയ്യാൻ അറിഞ്ഞൂടാ. എനിക്കൊന്നും അറിഞ്ഞൂടാ. എനിക്ക് അവർ അയക്കുന്നതിന് അവരുടെ ഓഡിയോ അയച്ചത് വരെ അവരെ ഡിലീറ്റ് ചെയ്യും. കാരണം അവർക്ക് അത് എടുത്തൊന്നും ചെയ്യാൻ അറിയത്തില്ല. അവർ അങ്ങോട്ട് അയക്കുന്നതുണ്ട്, ഇങ്ങോട്ട് അയക്കുന്നത് ഇല്ല. അപ്പൊ ഇല്ല. അപ്പൊ അവരിതുപോലെ എന്നെ എന്തെങ്കിലും പറഞ്ഞാൽ മാത്രമേ ഞാൻ തിരിച്ചു പറയാം. അത് അപ്പൊ ചുമ്മാ എന്നെ വിളിച്ചാണ് എന്നെ തെളിവിക്കാൻ പറയുക. അങ്ങനെ ഞാൻ അമ്മ തെളിവിച്ചത് ഞാൻ ചെയ്യുന്നു പറയില്ല. പക്ഷെ എന്നെ ചുമ്മാ എന്നെ വിളിച്ചത് എന്തുകൊണ്ടാണ് ഞാൻ തെളിവ് ഞാൻ പറയില്ല. ഈ ഒരു കാര്യം അഹാന പറയുന്നുണ്ടായിരുന്നു. അതായത് ഇവർ ഈ അയക്കുന്നതൊക്കെ എടുത്തിട്ട് ഗ്രൂപ്പിലിടുന്നുള്ളത്. അതായത് മുത്തശ്ശി അയക്കുന്ന വോയിസ് ഒക്കെ എടുത്തിട്ട് ഗ്രൂപ്പിലിടുക. ഒരു കാര്യം ചോദിക്കട്ടെ, അഹാന അങ്ങോട്ട് അയച്ചത് എന്തെങ്കിലും എടുത്ത് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടോ? കാണത്തില്ല. ഇങ്ങോട്ട് അയക്കുന്നത് മാത്രമേ എടുത്തിട്ട് കാണത്തുള്ളൂ. കാരണം അങ്ങോട്ട് എന്താണോ പറഞ്ഞത് അത് എടുത്തിട്ട് ഗ്രൂപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ സ്വയം നാണം കെടുന്നത് പോലെ ആവുമല്ലോ അല്ലേ? അപ്പനെ നോക്കാൻ സമ്മതിച്ചില്ല. അപ്പന്റെ മൂക്കിന്റെ രക്തം വന്നു. ഇതൊക്കെ ഞാൻ ഇവിടെ ഇല്ലാതെ എനിക്കറിയത്തില്ല. ആ മൂക്കിന്റെ രക്തം വന്നതൊക്കെ വെറുതെ ചുമ്മാ പറഞ്ഞു. മൂക്കിൽ രക്തം വന്നതേ ഉള്ളൂ. അല്ലാതെ മൂക്കുന്നവർക്ക് വേറെ ഒന്നും രക്തം വന്നില്ല. ഇന്നലെ ആ വീഡിയോയിൽ അഹാന പറഞ്ഞ കാര്യമാണ്. അവിടെ ഒരു ജോലിക്കാരൻ ഉണ്ടായിരുന്നു. ആ ജോലിക്കാരൻ വിളിച്ച് പറഞ്ഞതാണ്, അപ്പൂപ്പൻ അവിടെ മൂക്കിന്ന് ബ്ലഡ് വന്ന് കിടപ്പുണ്ട്, എന്നെ അകത്ത് കയറാൻ സമ്മതിക്കുന്നില്ല, അവര് മുത്തശ്ശി പുറത്താക്കി എന്നുള്ള രീതിയിൽ. കാരണം ഏത് ഹോംനേഴ്സ് ഇവിടെ വന്നാലും ഹോംനേഴ്സിനോട് ഏജൻസിയിലെ വിളിച്ച് പറയുന്നത് അവിടെ ഒരു മെന്റൽ പ്രോബ്ലം ഉള്ള ഒരു സ്ത്രീയുണ്ട്. ആ സ്ത്രീ പറയുന്ന ഒരു കാര്യം നിങ്ങൾ കേൾക്കരുത്. അവള് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ നന്നായിട്ട് നിങ്ങൾ തിരിച്ചത് പറഞ്ഞോളൂ. കാരണം നിങ്ങൾക്ക് ശമ്പളം തരുന്ന ഞാനാണ്, ആ സ്ത്രീ അല്ല തരുന്നത്. അവൾ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ കേൾക്കാൻ പാടില്ല. ഞാനിവിടെ ആർക്കും ഫോൺ ചെയ്യോ ആ ഫോൺ അതേപടി റെക്കോർഡ് ചെയ്തെടുത്തിട്ട് ഇത്ര മണിക്ക് ഞാൻ ഇന്നാരെ വിളിച്ച് ഞാൻ ആകെ വിളിക്കുന്നത് 2 നാത്തുമാരുണ്ട്. അവരെ ചിലപ്പോൾ വിളിക്കും. അവരെ വിളിച്ചാൽ അമ്മ പരാതി പറയാറുണ്ട്. അവരെ വിളിച്ച് ഞാൻ പറയും, എനിക്ക് ആരുമില്ല, എന്റെ ഭർത്താവ് എനിക്ക് ആരുമില്ല, എന്നെ നോക്കാൻ ആരുമില്ല, ഒരു ഫോൺ കോൾ ചെയ്യാൻ ആരുമില്ല. സിന്ധു എന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ച്, എന്റെ ഇളയ മോൾ സിനെ എന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ച്, സിനിക്ക് വേണ്ടിയുള്ള എന്റെ ചെറിയ വീട് വിട്ടുകൊടുത്ത് സിനിക്ക് വേണ്ടിയിട്ട് അത് പോയി. എനിക്ക് അമ്മ എന്തുകൊണ്ടാണ് എന്നെ വളർത്തേണ്ടി വന്നത്?
സിമി ഈ കുട്ടിയെ തന്നെ നോക്കാതെ അവൻ പറയുന്നത് അമ്മ പറയാൻ ചിന്നമ്മ സിമി എന്ന് പറയുന്നത് തൻവിയുടെ അമ്മ. എടാ ഇത് നോക്കാൻ പറ്റത്തില്ലെങ്കിൽ പിന്നെ എന്തിനാ തള നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നേ? ഇത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പോ നിങ്ങൾ വാ തുറന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞോ? നിങ്ങൾക്ക് സിന്ധുകൃഷ്ണയുടെ പുറകെ അങ്ങ് നടന്നാ മതിയല്ലോ അല്ലേ? സിനിമ നടനെ കമ്പനി ലോക ഏറ്റവും ബെസ്റ്റ് സ്ത്രീ ആണെന്നും ഒരാൾ കല്യാണം കഴിച്ചത് പറയുന്നത് കല്യാണം കഴിച്ചല്ല കുഴപ്പം, ഒരു കുഞ്ഞിനെ നോക്കില്ല എന്നുള്ളതാണ് കുഴപ്പം. അങ്ങനെയാണെങ്കിൽ ഈ അമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ, പണ്ട് നിന്റെ അമ്മയും അമ്മമായിട്ട് വഴക്കൂടിയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്റെ കല്യാണത്തിന് പോലും വന്ന ആമ സിനിയെ ഞാൻ വിളിക്കുന്നത് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പൊ ചിന്ന നല്ലോടാ എന്നെ പറഞ്ഞാൽ എന്നിട്ട് പറയാം അമ്മ അമ്മനായിട്ട് അറിയാവുന്ന അമ്മ. ഈ സിമി എന്ന് പറയുന്ന തൻവിയുടെ അമ്മ രണ്ടാമത് കല്യാണം കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തൻവി സ്വന്തം മോളാണെന്ന് അവർക്ക് പറയാൻ വയ്യ. അതൊരു വലിയ പ്രശ്നമായിട്ട് ഇവിടെ കിടക്കുന്നുണ്ട്. തൻവി എന്റെ ആദ്യ ഭർത്താവിലെ മകളാണെന്ന് പറയാൻ വേണ്ടി ഇവർക്ക് നാണക്കേട്. ഞാനും എന്റെ ഭർത്താവ് തമ്മിൽ അടികൂടിയ നാട്ടുകാർക്ക് ഞങ്ങൾ ചിലപ്പോൾ അടികൂടി പിടികൂടി പലതും ചെയ്യാതെ ആരും തിരക്കേണ്ട ഒരു കാര്യമില്ല. ഞങ്ങൾ 10-58 വർഷം ഒന്നിച്ച് ഞങ്ങൾ ജീവിക്കും. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പൊ പിന്നെ പണ്ടല്ലേ ഡിവോഴ്സ് ചെയ്യാം. അപ്പൊ അങ്ങനെ ഞാനും എന്റെ ഭർത്താവ് തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവരെ അങ്ങനെ ഡൈവേഴ്സ് ചെയ്ത് വന്നത്. അത് ചെയ്യാതെ എന്നെ ഈ അവസാനം വരെ നോക്കി എനിക്ക് കിടക്കാൻ ഒരു വീടും എനിക്ക് ജീവിക്കാനുള്ളതൊക്കെ തന്നിട്ട് എന്റെ ഭർത്താവ് പോയത്. ഇവരെല്ലാം നന്നായിട്ട് പറഞ്ഞത് എന്തിനപ്പ ആ സ്ത്രീയെ വേണ്ട കൊടുത്തത് അപ്പ എന്തിനപ്പ ആ സ്ത്രീയുടെ വേണ്ട പൈസ ഇട്ട് കൊടുത്തത് അപ്പൊ വെട്ടി വേണ്ടി അത് ചെയ്തതെല്ലാം അവർ ചോദിച്ചല്ലോ. ഈ അമ്മ ചോദിച്ചല്ലോ. ഈ അതായത് അവിടെ നിന്നെങ്കിലും ഫ്രൂട്ട്സ് വാങ്ങിച്ച് ഇവിടെ നിൽക്കുന്ന അലൻ പറഞ്ഞ ഓണേഴ്സ് വന്നിട്ടുണ്ട്. അവന്റെ ഫ്രൂട്ട്സ് വാങ്ങിച്ചു കൊടുത്തിട്ട് അവന്റെ അടുത്ത് പറയും അലൻ അവിടെ ചെന്ന് ആ അമ്മൂമ്മയോട് പറയണം ഈ ഒരു ഫ്രൂട്ട്സ് പോലും അമ്മൂമ്മ എടുക്കാൻ പാടില്ല, ഇത് അപ്പൂപ്പന് വേണ്ടി മാത്രം വാങ്ങി തന്നതാണെന്ന് ഞാൻ പറഞ്ഞെന്ന് അലൻ പറയണം. അലൻ പറയാതിരിക്കരുത്. ആ പയ്യൻ അതേപോലെ ഇവിടെ വന്ന് എന്നോട് പറയുമായിരുന്നു. അതാണ് ചേച്ചി പറഞ്ഞ് ഈ ഫ്രൂട്ട്സ് അതെല്ലാം ഒരു പേരയ്ക്ക, ഒരു ഓറഞ്ച്, ഒരു ആപ്പിൾ, പിന്നെ അപ്പൂപ്പ അങ്ങനെ ഇഷ്ടം പോലെ ഉളുപ്പുണ്ടോ അഹാനെ? ഫ്രൂട്ട്സ് മേടിച്ചു കൊടുത്തിട്ട് ഇത് ആ സ്ത്രീക്ക് കൊടുക്കരുത്, അവർ ഇതിൽ നിന്ന് 1-2 പോലും കഴിക്കാൻ പാടില്ല. കുറച്ചെങ്കിലും നാണോ മാനോ ഉണ്ടോ? സ്വന്തം അമ്മയുടെ അമ്മ തന്നെയല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല. സ്വന്തം മോക്ക് വരെ ഇതില്ല, പിന്നെയാണ് കൊച്ചുമോക്ക് ഉണ്ടാവാൻ. അപ്പൊ എന്ത് കൊണ്ടുവന്നാലും ഞാൻ തിന്നാതെ എന്റെ ഭർത്താവ് തിന്നില്ല. ഒരു സാധനവും എനിക്ക് തന്നെ അവൻ തിന്നു. അവർ എത്ര എങ്ങനെ എനിക്ക് തരാതെ ഒരു സാധനം അവന് കഴിക്കില്ല. പക്ഷെ അമ്മ അങ്ങനെ പറഞ്ഞു കൊടുത്തു വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ പയ്യനോട് തീർത്ത് പറഞ്ഞു ഞാൻ പറഞ്ഞെന്ന് പറയണം ആ സ്ത്രീ ഇതൊന്നും എടുക്കാൻ പാടില്ല. എന്നിട്ട് അവസാനം അമ്മ ഇവിടെ വീട്ടിൽ വന്നിട്ട് അവരെല്ലാവരും എന്നെ പറഞ്ഞു കല്യാണത്തെ കാര്യം കല്യാണം ഇവിടെ ലാസ്റ്റിലേക്ക് അമ്മ എന്നെ അടിക്കാനായിട്ട് വന്നായിരുന്നു. ഞാൻ പറഞ്ഞു എന്നെ അടിക്കാൻ ഞാൻ ഇപ്പൊ പോലീസിനെ വിളിക്കുമെന്ന് പറയും. എന്നെ നീ എന്റെ നേരത്തെ തൊട്ടാ ഞാൻ പോലീസിനെ വിളിക്കാം. അത് അർജുനാണ് വിളിച്ചു പറഞ്ഞത് അമ്മ അങ്ങോട്ട് വരണമെന്ന്. അപ്പൊ എനിക്ക് ഞാൻ ചോദിച്ചു ഇഷാനിയായിട്ടാണ് വരുന്നത്. കാരണം ഇഷാനിയൊക്കെ ഡീസന്റ് പിള്ളേർ. ആ വീട്ടിൽ ഇഷാനി കരച്ചിലെയും ഓസിയൊക്കെ വേറെ ആരോടും യാതൊരു അമ്മ ഇവിടെ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞത് കല്യാണത്തിന്റെ കാര്യം പറഞ്ഞത് എന്റെ കല്യാണത്തിന് ഞാൻ നിന്നെ വിളിക്കില്ല. നീ എന്റെ കാലിൽ വീണ് മാപ്പ് പറയണം, അല്ലാതെ നിന്നെ എന്റെ കല്യാണത്തിനൊന്നും വിളിക്കില്ല. എന്റെ കല്യാണത്തിന് നീ വരികയും ചെയ്യരുത്. അത് പറയാൻ കൂടെയാണ് ഞാൻ വന്നതെന്ന് പറയും. നിന്റെ കാല് പിടിച്ച് മാപ്പ് പറയാൻ വേണ്ടിട്ട് നീ ആരുവാ? ഇതിനേക്കാൾ എത്രയോ വയസ്സിന് മൂത്തതാ. എന്റെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞ എന്റെ കല്യാണത്തിന് തന്നെ വിളിക്കാന്ന്. അയ്യാ, അങ്ങനെ ഒരു കല്യാണം അവർക്ക് വേണ്ട. 75 വയസ്സായി എനിക്ക് ഇനി എന്തോന്ന് കല്യാണത്തിന് കൂടെ മക്കളെ അതുകൊണ്ട് ഞാൻ മക്കളെ വിളിക്കേണ്ടല്ല, ഞാൻ വരെയില്ല മോനെ എന്ന് ഞാൻ മറുപടി പറയും. പിന്നെ അമ്മ എന്നോട് വിളിച്ച് പറയാന് അപ്പന്റെ മരണത്തിന് ശേഷം 4 ദിവസം കഴിഞ്ഞ് എന്തോ കാര്യം വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞത് ഈ പിന്നെ സന്യാസത്തിൽ നിന്ന് പിന്നെ ഒരു അസ്ഥി കൊടുക്കാൻ പോകുമ്പോൾ ഞാൻ പോകാൻ പോയെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ ഞാൻ പറഞ്ഞത് ഞാനും കൂടെ വരണം എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഞാനായിട്ടൊരു ഡ്രസ്സൊക്കെ എടുക്കണമായിരുന്നു. പറഞ്ഞു തീർന്നതിന് മുമ്പ് എവിടെ സിന്ധു പോയി എന്റെ തുണികളിരുന്ന പെട്ടി പോയി തുറന്നിട്ട് ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട ചുരിദാർ, ഈ ചുരിദാർ കൂടെ ഇരിക്കണം, ഇത് എന്റെ ചുരിദാർ എനിക്ക് വേണം എന്നും പറഞ്ഞ് അതിൽ നിന്നും ഏറ്റവും നല്ലൊരു ചുരിദാർ അവളെ എടുത്ത് അവളെ എപ്പോഴും എനിക്ക് തന്നതാണ്. അവള് തന്ന തുണികളെ എനിക്കുള്ള, അല്ലാതെ ഞാൻ ചുരിദാർ തയ്ക്കാറില്ല. ഈ ചുരിദാർ തയ്ക്കാനും ആയിട്ടില്ല. സുത്ത് തന്നിട്ടുള്ളത് തന്നെ. പക്ഷെ ഇതിൽ തന്ന തുണി അവൾ മരിച്ച് 4 തന്ന് അവൾ ആ തുണിയെ തിരിച്ചെടുത്തോണ്ട് പോയി. എന്റെ മോള് അവൾ തിരിച്ചെടുത്തോണ്ട് പോയി എനിക്ക് തന്ന തുണി അങ്ങനെ നീ എടുക്കല്ലേ, നീ തന്നതല്ലേ, നീ എടുക്കല്ലേ എന്ന് പറഞ്ഞത് എടുത്തോണ്ട് പോയി. എനിക്ക് ഇഷ്ടപ്പെട്ട തുണി ഞാൻ അറിയാതെ നിങ്ങളെ തുണിയുടെ കൂട്ടത്തിൽ വെച്ചതാണ്. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട തുണിയാണ്. എന്നിട്ട് അമ്മൂക്ക് തേക്കാനുള്ള തുണിയാണ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ കുറെ തുണികളെല്ലാം കൂടെ വാങ്ങി ഓപ്പറേഷൻ തേക്കാൻ കൊടുത്തേച്ച് ആ തേക്കാൻ കൊടുത്തേച്ച് ഒരു തുണി പോലും തിരിച്ചു വന്നില്ല. ഞാൻ ആ തുണി അതിന് ഫോട്ടോ എടുത്ത് വെച്ചിട്ടാണ് ഞാൻ തുണികൾ കൊടുത്തത്. ഇപ്പൊ ഞാൻ തുണി നോക്കുന്ന തുണിയില്ല. എന്നിട്ട് ആ ഓപ്പറേഷൻ പയ്യനെ വിളിക്കാൻ ചോദിച്ചാൽ പോലെ അന്ന് ഞാൻ 10-12 ചുരിദാറുകൾ തേക്കാൻ തന്നവരുടെ ആ ഒരു തുണിയുടെ എത്തിയിട്ടില്ല. അപ്പൊ എനിക്കറിയില്ലെന്നായി അത് കൊടുത്തിട്ട് ആ തുണി എനിക്ക് തിരിച്ചു കിട്ടിയില്ല. കാരണം അണ്ണാച്ചി തുണി വെച്ചാൽ ഇവരുടെ വീട്ടിലാണ് കൊടുക്കുന്നത്, സിദ്ധുവിന്റെ വീട്ടിലാണ് കൊടുക്കുന്നത്. അത് അവരുടെ മാറ്റിക്കണം. എനിക്ക് ഓർമ്മയില്ലാത്ത ഞാൻ ചോദിച്ചില്ല. എനിക്ക് കൊടുക്കാൻ ഒരു തുണി വാങ്ങി തരാൻ ആരുമില്ല. എന്റെ തുണി അവള് വാങ്ങി തന്ന തുണി ഞാൻ വാങ്ങിച്ചത്. എപ്പോഴും ഞാൻ എനിക്ക് നർത്തറി പോയി മുമ്പാട് തുണി വാങ്ങിച്ച ആ തുണി എല്ലാം അവളെ തിരിച്ചെടുക്കും. ഞാനിപ്പോ തുണി അതെല്ലാം നമ്മൾ പോയി അതിന് തുണി എടുക്കേണ്ടി വന്നു. എന്നെ വിളിച്ച് വന്നിട്ട് ഒരു അമ്മ ഈ തുണി ഇല്ലെങ്കിൽ ഞാൻ വാങ്ങിത്തരാം എന്ന് പറഞ്ഞ് പോയി എനിക്ക് ഒരു 5 ചുരിദാറിന്റെ തുണി വാങ്ങിച്ചത് തയ്ക്കാൻ കൊടുത്തിരിക്കുന്നത്. എനിക്ക് ചുരിദാർ തുണിയില്ലെന്ന് പറഞ്ഞത് അങ്ങനെയൊക്കെയാണ് എന്റെ മോൾ എന്നോട് കാണിച്ചത്. എന്റെ ഭർത്താവിനോട് പറയും ഡാഡി
ഡാഡി ആ ആ സ്ത്രീ ആ വൃത്തികെട്ട സ്ത്രീ ചത്തെങ്കിൽ ഞാൻ ഡാഡി എന്റെ വീട്ടിൽ കൊണ്ട് നിർത്തിയത്. ആ സ്ത്രീ അങ്ങ് ചത്താ മതിയായിരുന്നു ഡാഡി. ആ സ്ത്രീ ചാവയില്ല. എപ്പോഴും പറയുന്നത് അവൾ എന്നോട് പറയടി ഒരു മോള് പറയണ മാത്രമാണ് ഇതാണ് എന്റെ മോള് പറയുന്നത്. അവൾ എന്റെ മോളല്ല, അവൾ എന്റെ മോളല്ല, അവള് നമ്മളെ മോളല്ല. അവള് ഇത്രയും ഭീകരതയുള്ള ഒരു സ്ത്രീയാണ് അവള്. അവർ പിന്നെ വിട്ടാതിരുന്നതെന്ന് വെച്ചാൽ അവരെ ആശുപത്രി കൊണ്ടുപോയി ചെയ്യുന്നതുകൊണ്ട് അവർ വിട്ടാതിരുന്നത്. വീട്ടിൽ ആര് കയറി വന്നാലും അവരോട് പറയുവാൻ നീ ഓഫീസിൽ നിർത്തി തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്റെ മോളെന്ന് വെച്ചാൽ ഇത്രയും വഞ്ചകയായ ഒരു സ്ത്രീകൾ ലോകത്തുണ്ടാവില്ല. അവൾ എനിക്കിപ്പോ ഈ മരുന്ന് വാങ്ങി തരുന്നത് ഞാൻ കൊടുത്ത ഞാൻ അവർ കഷ്ടപ്പെട്ട് ഇവരുടെ ഇംഗ്ലീഷുകാരായ ഇംഗ്ലീഷ് സംസാരിച്ചോണ്ടിറങ്ങില്ല. എങ്ങനെ ഇംഗ്ലീഷുകാരായത് എന്റെ ഭർത്താവ് കഷ്ടപ്പെട്ട് ഒരു കുട്ടിയിൽ ചുറ്റെടുക്കും സ്കൂളിലാക്കി പഠിപ്പിച്ചതിന്റെ പേരിലാണ് അവരിപ്പോ ഇംഗ്ലീഷുകാരായത് ഇംഗ്ലീഷ് പ്രസംഗിച്ചോണ്ടിരിക്കുന്നത്. ഇംഗ്ലീഷ് എനിക്ക് അവൻ ആരുമില്ല എന്ന് പറയുന്നത് അമ്മയുടെ ചിലവര് കാര്യങ്ങൾ തരുന്നുണ്ടോ ഇപ്പൊ മെരുകാൻ തന്നെ അനിയത്തിന് മോനാണ് ഞാൻ എന്തെങ്കിലും പൈസ പൈസ ഇട്ടത് ഈ 18 രൂപയ്ക്ക് പറയാനോ അറിഞ്ഞാൽ അവരെ പറയും പറഞ്ഞു കാണുന്നു. വീട്ടിലുള്ള ജോലിക്കാരി പിന്നെ എനിക്ക് ചെലവില്ല, എനിക്ക് മരുന്ന് വേണ്ട, അത് എന്റെ പൈസ ഇല്ല. അങ്ങനെ ഞാൻ വൈകാൻ തന്നെ അനിയത്തിന്റെ മോനെ വിളിച്ചിട്ട് അവന്റെ കാല് നീക്കിയിട്ടില്ലാതെ വയ്ക്കാൻ പോലും കാല് മൊത്തം നീല കഥ പറയേണ്ട ആവശ്യം പോലില്ല. എന്റെ അനിയത്തിന്റെ മോനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞ മക്കളെ നീ നിന്റെ ചേച്ചിമാരെ വിളിച്ചിട്ട് വരാം. ഈ രണ്ടുപേരും കൂടി എന്തെങ്കിലും ഒരു 12 രൂപ എടുത്താൽ രണ്ടുപേരും കൂടെ 25 രൂപ നമുക്ക് തരാൻ മക്കളെ. എനിക്ക് വീട്ടിലൂടെ നിൽക്കുന്ന ഒരു ജോലിക്കാരി വയ്ക്കും മരുന്ന് വഴിക്കും ചെയ്യുമ്പോൾ അവർക്ക് അതൊരു പിച്ചക്കാശ പോലെ ഉള്ളവരുടെ തരാൻ പറ. ഇപ്പൊ ഒരു 10 മാസം ഒരു 15 സിവിയെ കൊണ്ട് കഴിയും. സിവിയിൽ ഭർത്താവിന്റെ ജോലിയുടെ എന്റെ ഭർത്താവാണ് അങ്ങനെ ഒരു ജോലി കൊണ്ട് വാങ്ങി നമുക്ക് അറിയാതെ പറയാം അവരുടെ വിചാരിക്കും അവിടെയാണെന്ന്. ഈ വിഷമം കേട്ടാണ് ഞാൻ ഓടി വരുന്നത്. കാരണം എനിക്ക് ഇത്രയും പെട്ടെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് ഇത്രയും പെട്ടെന്ന് വരാൻ താല്പര്യമില്ല. എനിക്ക് ഇപ്പോഴും നല്ല സീനാണ്. അപ്പൊ ഞാൻ ആയുർവേദ ട്രീറ്റ്മെന്റ് ഞാൻ ഒന്നാതി പോകുന്നത്. എനിക്ക് അത്രയ്ക്ക് വയ്യാത്തതാണ് ഞാൻ പോകാതിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അമ്മ ഇങ്ങനെ കിടന്ന് കഴിഞ്ഞാൽ ഞാൻ ഇത്രയും പെട്ടെന്ന് ഓടുന്നത്. എനിക്ക് ഈ സമയത്ത് വരാൻ സത്യം പറഞ്ഞാൽ ഒരു ചൂടെ പകുതിയൊക്കെ ആയിട്ടാണ് ഞാൻ ഇവിടെ ഓൺലൈനിൽ വരായിരുന്നത്. കാരണം ഈ സ്കൂൾ നഷ്ടപ്പെട്ട് എനിക്ക് വരാൻ താല്പര്യമില്ല. പിന്നെ രണ്ടും കൽപ്പിച്ചു ഇവനാണെങ്കിൽ ലാംഗ്വേജ് പ്രശ്നമാണ്. ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കും. ഇപ്പൊ കുറച്ച് മലയാളം സംസാരിക്കുന്നുണ്ട്. അപ്പൊ എന്തെന്ന് വെച്ചാൽ നാളെ ഇതിനെ ഇന്റർനാഷണൽ സ്കൂളിൽ ചേർത്ത് അതേ ഉള്ളൂ. ഇന്റർനാഷണൽ സ്കൂളിൽ ചേർക്കുമ്പോൾ അതിന്റെ എക്സ്പെൻസസും കാര്യങ്ങളും കാണും. സോ അതൊക്കെ നമ്മൾ വീട്ടിൽ ചെയ്ത് വെച്ചിട്ട് നമ്മുടെ കാര്യങ്ങൾ നോക്കുന്നു. അപ്പൊ നിങ്ങളെല്ലാവരും ഇങ്ങനെ ഇങ്ങനെ പറയുന്നത് ഞാൻ ഒട്ടും പ്രതീക്ഷില്ല. കാരണം എനിക്ക് അവർ പറയേണ്ട ആവശ്യമില്ല. അമ്മയെ നോക്കാൻ ആരുമില്ല. ഇപ്പൊ അവർ അമ്മയെ അവർ തമ്മിൽ അടിച്ചിരുന്നു. അവർ നോക്കത്തില്ല എന്ന് പറഞ്ഞാൽ ഞാനും പറഞ്ഞു ഓക്കെ നിങ്ങൾ നോക്കണ്ട, എന്നെ നോക്കിയവരല്ലേ ഞാൻ വന്ന് നോക്കിക്കോളാം. ഇത്രയും നടന്നുള്ള സംഭവം. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഞാനൊരു മലയാളം അവരുടെ ഇതൊക്കെ പറയുന്ന ആള് ആദ്യം അവൻ ചെയ്ത ചാറ്റും കാര്യങ്ങളും മറക്കാതെ എല്ലാ സ്പിരിച്വലും കാര്യങ്ങളുണ്ട്. ആദ്യം അവരത് ഓർത്തിട്ട് വേണം ചെയ്യാൻ. അല്ലാതെ അവർ നല്ലവരാണെന്നോ സ്വന്തം അമ്മ എത്ര പ്രശ്നമാവട്ടെ അങ്ങോട്ട് സ്വന്തം അമ്മയെ വിളിക്കുന്ന ഇത്രയൊക്കെ ചെയ്ത് വച്ചിട്ടാണ് അഹാന അപ്പുറത്ത് വന്നിരുന്ന് പ്രസംഗിച്ചത്. തൻവി പറഞ്ഞതുപോലെ അയച്ച എല്ലാ മെസ്സേജിനെയും സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്ത് വിട്. അഹാന അങ്ങോട്ട് അയച്ചതും ഈ അമ്മമ്മ തിരിച്ച് അഹാനക്ക് അയച്ചതുമായിട്ടുള്ള എല്ലാ സാധനങ്ങളും എടുത്ത് പുറത്ത് വിട്. ഇന്നലെ വന്നിട്ട് ഒരു ഡയലോഗ് പറയുന്നുണ്ടായിരുന്നു. അവരെന്റെ അടുത്ത് അമ്മാതിരി വൃത്തികെട്ട രീതിയിലാണ് സംസാരിച്ചത്. വോയിസ് എന്റെ കയ്യിലുണ്ട്, എനിക്കതൊന്നും പുറത്തു വിടാൻ താല്പര്യമില്ല. ഇത്രയൊക്കെ അമ്മമ്മ പറഞ്ഞില്ലേ, ഇനിയിപ്പോ അതെടുത്ത് പുറത്തു വിടുന്നാലും കുഴപ്പമൊന്നുമില്ല, എടുത്ത് പുറത്തു വിട്.